ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ +2 ലെവൽ എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അതിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു CEO സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിലുള്ള +2 ലെവൽ എക്സാമുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏതാണ്? CPO, WCPO, അതേപോലെ ഫയർമാൻ തുടങ്ങിയ എക്സാമുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ എക്സാമുകൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചത്, അവിടെ കൺസെപ്റ്റുകൾ എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം തീർച്ചയായിട്ടും അവിടെ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് ഭൂഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ. അത് തീർച്ചയായിട്ടും അതിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിനും വൺ വേർഡ് രൂപത്തിനും എല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ത് സംഭവിക്കുന്നു? അവിടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് F is equal to അല്ലേ, F ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? Gmm/r² എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് വളരെ സിമ്പിളായിട്ട് ബേസിക് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഭൂമിയുടെ ആകൃതി നമുക്കറിയാം അല്ലേ, ജിയോഡൽ ഷേപ്പാണ്. രണ്ട് വശങ്ങളും മുന്തിയ ഒരു ആകൃതിയാണ് ജിയോഡൽ ഷേപ്പ്. നമുക്കറിയാം ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, ഇവിടെ റേഡിയസ് എന്താണ്? കുറവാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റേഡിയസും ഫോഴ്സും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും അല്ലേ. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും, അല്ലെ ആ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയും പറയാം അല്ലേ. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയും. അതേപോലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ത് ചെയ്യും? കൂടും. അത് മനസ്സിലാക്കുക. റേഡിയസും ഫോഴ്സും നമ്മൾ ഏത് അനുപാതത്തിലാണ്? വിപരീത അനുപാതത്തിലാണ്. ഇപ്പം നോക്കിക്കൊള്ളുക, എടാ ഇത് ജിയോഡൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റേഡിയസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. അതേപോലെ ധ്രുവപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഇവിടെ റേഡിയസ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് ബേസിക് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ധ്രുവപ്രദേശത്താണ്. ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഭൂമധ്യരേഖാ പ്രദേശത്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണ ബലം. ഉയരം കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൂടുകയാണ്? ആക്ച്വലി റേഡിയസ് കൂടുകയാണ്. അപ്പോൾ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? ഫോഴ്സ്. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും അല്ലേ. ആൻസർ ഓപ്ഷൻ A ആണ്, കുറയും. അപ്പം അതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റും വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് തന്നെ പഠിച്ചു വെച്ചേക്കുക. കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്, ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. 2025 സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, ഇതും നമ്മുടെ ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ബയോളജിയിൽ നിന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇത്രേ ഉള്ളൂ: രോഗങ്ങളും രോഗകാരികളിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ ഏതാണ് ശരി? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സാൽമണല്ല ടൈഫി അല്ലെ, ടൈഫോയിഡ് പരത്തുന്ന സാൽമണല്ല ടൈഫി ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്താണ്? ആ ടൈഫോയിഡ് കൂടുന്ന അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ കുടലിൽ ദ്വാരങ്ങൾ കാണുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പ്ലാസ്മോഡിയം അല്ലെ. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മലേറിയ എന്ന് പറയുന്ന രോഗം പരത്തുന്ന രോഗകാരികളാണ് പ്ലാസ്മോഡിയം. അതിന്റെ വാഹകരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. ആരാടാ? അനോഫിലസ് മൊസ്കിറ്റോസ്. അപ്പോൾ നോക്കിക്കൊള്ളുക, മലേറിയ രോഗത്തിൽ എന്തുണ്ട്? വിറയലോട് കൂടിയ ശക്തമായ പനി കാണപ്പെടുന്ന അതിന്റെ പ്രധാന ലക്ഷണമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മലേറിയ നമ്മുടെ ആര് പരത്തുന്ന ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോൺ പരത്തുന്ന രോഗമാണ് മലേറിയ. അത് കൂടിക്കഴിഞ്ഞാൽ വിറയലോട് കൂടിയ പനി എന്ന് പറയുന്നത് അതിന്റെ പ്രധാന ലക്ഷണം തന്നെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ. അത് പഠിച്ചോളൂ കേട്ടോ. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ
കാണിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്? ശരിയാണ് അല്ലേ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് എന്നുള്ളതാണ്. ഇതും നമ്മുടെ ഈ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കണ്ടോ, നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നു അല്ലേ? നമ്മൾ ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യം വീണ്ടും ഫിസിക്സിൽ ശബ്ദത്തിൽ നിന്നാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് WCPO 2024 WCPOയിൽ നിന്നാണ്. ചോദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ശബ്ദത്തിന്റെ പരമാവധി വേഗത ലഭിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? എടാ നമുക്കറിയാം ശബ്ദം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ് അല്ലേ? ഊർജ്ജ രൂപമാണ്. അപ്പം അതിന് പരമാവധി വേഗത ലഭിക്കുന്ന ഏത് മാധ്യമത്തിലാണ്? ശബ്ദത്തിന്റെ ഏറ്റവും വേഗത കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖരമാണ് അല്ലേ? ഖരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് ദ്രാവകമാണ്. ദ്രാവകം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് വാതകമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ശബ്ദത്തിന്റെ ഏറ്റവും കൂടുതൽ വേഗത ആരിലാണ്? ഖരത്തിലാണ്. ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇവിടെ ആൻസർ ചെയ്യാം. ഹീലിയം, സമുദ്രജലം, വായു, അലൂമിനിയം. അലൂമിനിയം എന്ന് പറയുന്ന ഖരമാണ്. സോ ശബ്ദ വേഗത ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനാണ്? അലൂമിനിയത്തിനാണ്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതിലാണ്? അലൂമിനിയത്തിലാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ശബ്ദവുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിനൊരു പരിധിയുണ്ട്. അവൻ്റെ ശ്രവണ പരിധി എന്ന് നമ്മൾ പറയും അല്ലേ? അത് ഏകദേശം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. ആ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളും 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളും. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദങ്ങളെന്നും 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളും എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അൾട്രാസോണിക് ശബ്ദങ്ങളും ഇൻഫ്രാസോണിക് ശബ്ദങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യണം? ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളുക. അടുത്ത ചോദ്യം ഇതാണ്. ചോദ്യം വന്നിരിക്കുന്നത് CPO 2024 നിന്നാണ് CPO വന്നിരിക്കുന്നത്. ഇതും ആക്ച്വലി +2 ലെവൽ എന്നൊരു ചോദ്യമാണ്. നമ്മൾ മലേറിയ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. PSയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് മലേറിയ അല്ലേ? പ്രോട്ടോസോം പരത്തുന്നത് അല്ലെങ്കിൽ അനോഫിലസ് മൊസ്കിറ്റോസ് പരത്തുന്ന അതിൻ്റെ വാഹകരായിട്ടുള്ള രോഗം മലേറിയ. അപ്പോൾ മലേറിയ എന്ന് പറയുന്ന പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഏത് കോശങ്ങളിൽ എത്തിയാണ് പ്രത്യുൽപാദനം നടത്തി അതെന്ത് ചെയ്യുന്നത്? ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പം ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എവിടെ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. ആദ്യം എവിടെ വെച്ചാണ് പെരുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന 2 ലോബുകളുള്ള ഒരവയവമായിട്ടുള്ള ആരിലാണ്? കരളിൽ വെച്ചാണ്. അല്ലെങ്കിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ? ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതേപോലെ യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗമായിട്ടുള്ള കരളിൽ വെച്ചാണ് ഈ പറഞ്ഞ മലേറിയയുടെ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. ഒക്കെ നോക്കിക്കൊള്ളുക. കരൾ 2024 CPOയ്ക്ക് വന്ന ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഇത് +2 ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് വരുന്നതും അതിൻ്റെ പെരുകുന്ന കാര്യങ്ങളുമില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം ഇതാണ്. ഇവിടെ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത ഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. ഇവിടെ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരും അല്ലേ? വരുന്ന പ്രകാശത്തെ നമ്മൾ സൗരവികരണം എന്നും തിരിച്ച് പ്രതിപദിക്കുന്നതിനെ നമ്മൾ ഭൗമവികരണം എന്നും പറയും അല്ലേ? സൗരവികരണവും ഭൗമവികരണവും. ഇനി നമ്മൾ അന്തരീക്ഷത്തിൽ കുറച്ച് വാതകങ്ങൾ, ആ വാതകങ്ങളുടെ പ്രത്യേകത ഏതൊക്കെ വാതകങ്ങളാണ്? ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഡയോക്സൈഡ്, അതേപോലെ വാട്ടർ വേപ്പറുകൾ അല്ലേ, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങൾ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ടുണ്ട് എങ്കിൽ ഇത് സൗരവികരണത്തെ കടത്തിവിടുകയും സൂര്യപ്രകാശത്തെ കടത്തിവിടുകയും ഭൗമവികരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യും അല്ലേ? അന്തരീക്ഷത്തിലെ ഭൗമവികരണത്തെ തടഞ്ഞു നിർത്തുന്നു. തന്മൂലം നമ്മുടെ അന്തരീക്ഷത്തിന്റെ താപനില കൂടുന്നു. എന്താടാ? അന്തരീക്ഷത്തിന്റെ താപനില കൂടുന്നു. എന്താണ്? സൂര്യപ്രകാശം വരുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചു പോകുന്നില്ല. തിരിച്ചു പോകാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വരുന്ന സൂര്യപ്രകാശം തിരിച്ച് പോകുന്നില്ല. തന്മൂലം അന്തരീക്ഷം ചൂട് പിടിക്കുന്നു അല്ലേ? ആ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ആ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഡയോക്സൈഡ്, വാട്ടർ വേപ്പറുകൾ, മീഥേൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്?
കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പറുകൾ, മീഥെയിൻ എന്നിവയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. കാരണം ഇവ ഉള്ളത് കൊണ്ടാണ് അന്തരീക്ഷത്തിന് ഈ ചൂട് പിടിക്കുന്നതിന് കാരണമാകുന്നത്. ഈ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതേപോലെ മനസ്സിലാക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പക്ഷേ കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പക്ഷേ കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കണ്ടോ? ഇനി നമുക്ക് നോക്കാം, ആൻസറിലേക്ക് വരാം. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിക്കൊള്ളുക. ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഇവിടെയും ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കൂട്ടമല്ല. ഇവിടെയും ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കൂട്ടമല്ല. ഇവിടെ വന്നിട്ടില്ല അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFC, നൈട്രസ് ഡൈ ഓക്സൈഡ് ഇതെല്ലാം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പക്ഷേ കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് യൂട്രോഫിക്കേഷൻ? ഫയർ റെസ്ക്യൂ ഓഫീസർ ഫയർമാൻ 2023 ചോദിച്ച ചോദ്യമാണ്. യൂട്രോഫിക്കേഷൻ പല രീതിയിൽ പല ടൈപ്പിൽ ഇതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ജലാശയങ്ങളിൽ പോഷകഘടകങ്ങൾ വർദ്ധിക്കുന്നത് അല്ലേ? ജലാശയങ്ങളിൽ പോഷകഘടകങ്ങൾ വർദ്ധിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. പലതവണ ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കുക, എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലാശയങ്ങളിൽ പോഷകഘടകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ടേം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയടാ. ഓക്കെ അല്ലേ? ടേം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തൊരു ചോദ്യം ഇതാണ്. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ആദ്യം എന്താണ് ബീജസങ്കലനം എന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കറിയാം പുംബീജം അഥവാ സ്പാം ഉണ്ട് അല്ലേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം അഥവാ സ്പാം. അതേപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമായിട്ടുള്ള ഓവമുണ്ട് അല്ലെങ്കിൽ അണ്ടമുണ്ട്. ഈ പുംബീജവും അണ്ടവും കൂടിച്ചേരുന്ന പ്രോസസ്സ് അല്ലേ? കൂടിച്ചേർന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് വിളിക്കുന്നത്. എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് പറയുന്നത്? എന്തൊക്കെയാ പറഞ്ഞത്? പുംബീജവും അണ്ടവും അല്ലേ? പുംബീജവും അണ്ടവും കൂടിച്ചേരുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലാണ് നടക്കുന്നത്. ആ സ്ത്രീ പ്രത്യുൽപാദനയിൽ എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ട് അല്ലേ? ആ ട്യൂബിന് നമ്മൾ വിളിക്കുന്ന പേര്, അതായത് എന്താണ്? ഈ ഗർഭാശയത്തെയും ഓവറിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിൽ വെച്ചാണ് ഈ ഓവവും സ്പേമും കൂടിച്ചേരുന്നത്. ആ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടവാഹി അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ എന്നൊക്കെ വിളിക്കും. എന്താണ് വിളിക്കുന്നത്? അണ്ടവാഹി അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ. അപ്പം മനസ്സിലാക്കുക, അണ്ടവാഹി അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. കണ്ടോ? അണ്ടവാഹി. കണ്ടോ? ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ്. അണ്ടവാഹിക്കുഴലിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ CPO പോലുള്ള എക്സാമുകൾക്ക് പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു വട്ടം നമ്മുടെ ആ സ്കോർട്ടം എന്ന് പറയുന്ന സാക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ പുംബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയാണ്, അതേപോലെ മനുഷ്യ ശരീര താപനിലയേക്കാൾ കുറവ് താപനിലയാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ +2 ലെവൽ എക്സാമുകൾക്ക് പ്രത്യുൽപാദന വ്യവസ്ഥയിൽ നിന്ന് പലതവണ ഒരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പലപ്പോഴും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് ഈ പ്രത്യുൽപാദന വ്യവസ്ഥ. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയ കൺസെപ്റ്റുകൾ മാത്രമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥ. സോ അതും കൂടി ഒന്ന് വായിച്ച് നോക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇത് 2023 CPOയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം ഇത്രയാണ്. വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പലതവണ സിവിൽ പോലീസ് ഓഫീസർ 2023 വിറ്റാമിനുമായിട്ട് ചോദിച്ച ചോദ്യമാണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ജീവകം B12നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനോകൊബാലമീൻ. എന്താ? സൈനോകൊബാലമീൻ എന്നാണ് വിളിക്കുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് കൊബാലമീൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അല്ലടാ, കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ജീവകം B12നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൈനോ
കൊബാലമീൻ എന്ന് മനസ്സിലാക്കുക. എന്താടാ? സൈനോ കൊബാലമീൻ. അപ്പോൾ B12 അടങ്ങിയിരിക്കുന്നത് കൊബാൾട്ട് ആണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം. ഹൃദയപേശിയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അത്തരത്തിൽ എന്താണ് ഈ ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി അതിൻ്റെ വ്യാസം കുറയുന്ന, ഇവിടെ വ്യാസം കുറഞ്ഞു, ആ വ്യാസം കുറയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിറോസ്ക്ലീറോസിസ് ആണ്. എന്താ? അതിറോസ്ക്ലീറോസിസ്. ഈ അതിറോസ്ക്ലീറോസിസ് ആണ് എന്തിന് കാരണമാക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനത്തിന് കാരണമാക്കുന്നത്. ആ ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ടുള്ള ഹൃദയവേദന, ആ വേദനയാണ് നമ്മൾ ആൻജീന എന്ന് പറയുന്നത് കൂടി അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് അതായത് CPO 2023 ചോദിച്ച ചോദ്യമാണ്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ CPO WCPO പോലുള്ള എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ, ഏകദേശം 60 ദിവസം അടുത്ത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ താഴെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം പഠിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും കണ്ടന്റുകളും മാത്രം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ CPO WCPO 60 ഡേയ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും നമ്മൾ വലിച്ചു വാരി കാര്യങ്ങൾ പഠിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും എല്ലാം താഴേക്കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.